എത്ര ശിക്ഷിച്ചിട്ടും കൂടുതൽ കൂടുതൽ അനുസരണക്കേടിലേക്ക് പോകുന്ന തങ്ങളുടെ മകൻ സാബുവിനെക്കുറിച്ച് മാതാപിതാക്കൾ ആകെ വിഷമത്തിലായിരുന്നു. പഠിത്തത്തിൽ അവന് യാതൊരു ഉത്സാഹവുമില്ല. ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ളതെല്ലാം തകർക്കും. പ്രാർത്ഥിക്കാൻ പലരോട് പറഞ്ഞു. അവന് അതിനൊന്നും താല്പര്യവുമില്ല. ഇപ്പോൾ വളരെ താമസിച്ചേ വീട്ടിൽ വരൂ, മദ്യപാനവും തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ആകെ വിഷമത്തിലായിരുന്ന ആ അവസരത്തിലാണ് അകന്ന ഒരു ബന്ധു ജോലിസ്ഥലത്ത് നിന്നും വീട്ടിൽ വന്നപ്പോൾ സാബുവിൻ്റെ വീട്ടിലും വന്നു. മാതാപിതാക്കൾ അവരുടെ വിഷമം മുഴുവൻ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു. സാബുവും അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ ബന്ധുവിൻ്റെ പ്രതികരണം സാബുവിനെ വളരെ ഏറെ സ്വാധീനിച്ചു. യാതൊരു കുറ്റപ്പെടുത്തലുമില്ലാതെയുള്ള പ്രതികരണം. സാധാരണ വീട്ടിൽ വരുന്നവരെല്ലാം മാതാപിതാക്കളുടെ പക്ഷം പിടിച്ച് സാബുവിനെ ഗുണദോഷിക്കുവാൻ മാത്രം ശ്രമിച്ചപ്പോൾ ഈ ബന്ധു സാബുവിൻ്റെ പക്ഷത്ത് നിന്ന് മാതാപിതാക്കളെ ഗുണദോഷിച്ചു. അധികം താമസിക്കാതെ സാബുവിനെ കൂടി ഈ ബന്ധു തൻ്റെ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു പ്രൊഫഷണൽ കോളേജിൽ ചേർത്തു. നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലി കിട്ടി, ഒരു വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചെടുത്തു എന്ന് മാതാപിതാക്കൾ അന്വേഷിച്ചപ്പോൾ അവരുടെ ബന്ധുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് വീട്ടിൽ ആർക്കും അവനെ വേണ്ട എന്ന ചിന്തയായിരുന്നു. മാതാപിതാക്കളുടെ ശ്രദ്ധ മുഴുവൻ അനുജൻ്റെ കാര്യത്തിലായിരുന്നതിനാൽ അവൻ അതിനോട് പ്രതികരിക്കാൻ തുടങ്ങി. അവരുടെ ശ്രദ്ധയ്ക്കും അംഗീകാരത്തിനും വേണ്ടി അവൻ പരിശ്രമിച്ചപ്പോൾ എല്ലാ കുറ്റപ്പെടുത്തലുകളും ശിക്ഷയും മാത്രമായിരുന്നു ഫലം. എന്നാൽ ഇനിയും അംഗീകാരം കിട്ടുന്നിടത്തേക്ക് തിരിയാമെന്ന് ചിന്തിച്ച് തെറ്റായ കൂട്ടുകെട്ടിൽ പോയി. ഇന്നും എത്രയോ ആളുകളിൽ നാം കാണുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ആരും അംഗീകരിക്കുന്നില്ല എന്നുള്ള ചിന്ത. അല്പം അംഗീകാരം, അല്പം പ്രോത്സാഹനം, അവരെ മനസ്സിലാക്കുവാൻ ഒരാളുണ്ട് എന്ന ചിന്ത ഒരുപാട് പേരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. നാം ഇന്ന് പഠിക്കുവാൻ പോകുന്ന ശമരിയാക്കാരത്തി സ്ത്രീയെ രൂപാന്തരപ്പെടുത്തിയ യേശുവിൻ്റെ സമീപനം ഒരു വലിയ മാതൃകയാണ്. സമൂഹത്തിൽ സകലരും കുറ്റപ്പെടുത്തിയിരുന്ന ഈ സ്ത്രീ ആരും വെള്ളം കോരുവാൻ വരാത്ത സമയത്ത് കിണറ്റിൻ്റെ അരികെ എത്തിയപ്പോൾ അതാ അവിടെ യേശു. ജീവിതമാകെ മടുത്തിരുന്ന ഈ സ്ത്രീയോട് യേശു സ്നേഹത്തോടും ബഹുമാനത്തോടും സംസാരിച്ചു. അവൾ ആദ്യം വളരെ മോശമായിട്ടാണ് യേശുവിനെ സംബോധന ചെയ്തത് പോലും. നീ ഒരു യഹൂദൻ എന്ന് ശമരിയക്കാരൻ പറഞ്ഞിരുന്നത് തെറ്റായിട്ടുള്ള സംബോധനയായിരുന്നു. യേശു അവളെ കുറ്റപ്പെടുത്തിയില്ല. അവളുടെ ഉള്ള അവസ്ഥ അറിഞ്ഞ് അവൻ അവളോട് ഇടപെട്ടു. അവളുടെ യഥാർത്ഥ അവസ്ഥ അവളോട് പറഞ്ഞു കൊടുത്തു. അവളുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് യേശു വെളിപ്പെടുത്തി. അവളെ സഹായിക്കുവാൻ യേശു തയ്യാറായി. എന്തൊരു മാറ്റം! ആ സ്ത്രീ രക്ഷകനെ കണ്ടെത്തി. ആ നാട് മുഴുവൻ രക്ഷകനെ കണ്ടെത്തുവാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. യേശുവിൻ്റെ മനോഭാവമാകുന്നു നമുക്കിന്ന് ആവശ്യം. തെറ്റ് ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തി മടുപ്പിക്കാതെ അവർ തെറ്റിലേക്ക് പോകുന്നതിൻ്റെ കാരണം മനസ്സിലാക്കി അവരെ ക്ഷമയോടെ, കരുതലോടെ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ആനയിക്കുക. നമുക്കാവശ്യം യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും കരുതുവാനുമുള്ള മനസ്സാണ്. നമുക്ക് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് ഒരുമിച്ച് പഠിക്കാം. ആ ഭാഗം നിങ്ങൾ എന്നോടൊപ്പം എടുത്താട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം. മൂന്നാം അധ്യായം നാം ഇന്നലെ പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. ഇന്നിനിയും 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ക്രിസ്തു ശമരിയിൽ കൂടി കടന്നുപോയതിനാൽ ഈ അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാകുന്നു നാം കാണുന്നത്. ഞാനൊന്ന് വായിക്കാം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ, ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും, അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയ്ക്ക് യാത്രയായി.
അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ നടക്കുന്ന സംഭവമാണിത് എന്ന് കരുതാവുന്നതത്രേ. ആ സമയം യോഹന്നാൻ സ്നാപകൻ കാരാഗൃഹത്തിലായിരുന്നു. യോഹന്നാൻ തടവിലായപ്പോൾ യേശു യഹൂദ്യദേശം വിട്ട് ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. എന്താണ് യേശു യഹൂദയിൽ നിന്നും പോകുവാനുണ്ടായ കാരണം? എനിക്ക് തോന്നുന്നു ഒരു കുഴപ്പം സൃഷ്ടിക്കണമെന്ന് യേശുവിന് ആഗ്രഹമില്ലായിരുന്നിരിക്കും. അതായത് യോഹന്നാനുമായി മത്സരിക്കുന്നു എന്ന തോന്നൽ മനുഷ്യരിൽ ഉണ്ടാകാതിരിക്കുവാനായിരിക്കും യേശു യഹൂദ്യ വിട്ടത്. അതുമാത്രമല്ല, യേശു സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് യോഹന്നാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോ? യേശു യോഹന്നാനേക്കാൾ വിപ്ലവകാരിയായേക്കുമെന്ന് പരീശന്മാർ ഭയന്നു കാണും. എതിർപ്പ് വർദ്ധിക്കുമെന്ന് തോന്നിയതിനാൽ കർത്താവ് ഗലീലയ്ക്ക് പോകുവാൻ തീരുമാനിച്ചതാകാം. എന്തായിരുന്നാലും പിതാവായ ദൈവത്തിന്റെ സ്വർഗീയ പരിപാടി അനുസരിച്ചായിരുന്നു യേശു നീങ്ങിക്കൊണ്ടിരുന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന് യേശു നല്ലവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. തൻ്റെ ജീവനെക്കുറിച്ച് യേശു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. അവന്റെ സമയമാകുന്നത് വരെ അവർക്ക് യേശുവിനെ തൊടുവാൻ കഴിയുമായിരുന്നില്ല. ഈ സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിൽ എത്തുമ്പോൾ യേശുവിന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പെസഹ പെരുന്നാളിന് മുൻപ് താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. പിതാവിന്റെ സമയ പരിപാടിയിലാണ് യേശു പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. പിതാവിന്റെ ഇഷ്ടം നിവർത്തിപ്പാനാണ് യേശു വന്നത്. യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും എന്ന് യോഹന്നാൻ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. ഒരുപക്ഷെ അങ്ങനെ സ്നാനമേൽക്കുന്നവർ ശിഷ്യന്മാർ സ്നാനപ്പെടുത്തുന്നവരെക്കാൾ മേന്മയേറിയവരാണെന്ന് ജനം ധരിക്കും എന്ന് യേശു കരുതി കാണും. അങ്ങനെയാണല്ലോ ഇന്ന് കണ്ടുവരുന്നത്. യേശു മരിച്ച ക്രൂശിന്റെ തടിയാണെന്നും അവൻ ധരിച്ച വസ്ത്രത്തിന്റെ മുറിയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെ യേശു നേരിട്ട് സ്നാനപ്പെടുത്തിയവരുടെ പിൻഗാമികളാകുന്നു ഞങ്ങളെന്ന് വീരവാദം മുഴക്കാവുന്ന ഒരു കൂട്ടത്തെ ക്രിസ്തീയ സഭയിൽ നിന്നും ഒഴിവാക്കി കിട്ടി. ഇല്ലേ? യോഹന്നാന് വളരെ വളരെ നന്ദി. ഓർക്കുക, യോഹന്നാന്റെ സ്നാനം മശിഹ വരുന്നു എന്നതിൻ്റെ ഒരുക്കമായിരുന്നു. മാനസാന്തര സ്നാനം യേശു സ്നാനം കഴിപ്പിച്ചത് ശിഷ്യത്വത്തിന്റെ അടയാളമായിട്ടാണ്. യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് ക്രിസ്തീയ സ്നാനം ഏർപ്പെടുത്തിയത്. അങ്ങനെ യേശു വീണ്ടും ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ പഴയ ആസ്ഥാനമായ കഫർന്നഹൂമിലേക്ക് അവൻ തിരിച്ചു ചെന്നു. യേശുവിന്റെ ആദ്യകാല ഗലീല ശുശ്രൂഷയെക്കുറിച്ച് ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഒന്നും പറയുന്നില്ല. അവർ പറയാത്തത് യോഹന്നാൻ പൂരിപ്പിക്കുന്നു. ഇനിയും ഈ അധ്യായത്തിലെ പ്രധാന സംഭവത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 4-ാം വാക്യം: അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. യേശുവിന് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നത് എന്തുകൊണ്ടാണ്? ആ വാക്യം വായിച്ചിട്ട് അത് കേട്ടിട്ട് ഒരു നിർബന്ധത്താൽ അവൻ ചെയ്തതുപോലെ തോന്നുന്നില്ലേ? അതെ, ഒരു പ്രത്യേക സ്ത്രീയെ കണ്ടുമുട്ടേണ്ടതിന് വേണ്ടിയാണ് അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നത്. 34-ാം വാക്യം ശ്രദ്ധിക്കുക. യേശു അവരോട് പറഞ്ഞത്: എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ശമരിയിൽ കൂടി യേശു കടന്നു പോകണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടത്രേ അവന് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അവന്റെ ലക്ഷ്യം നേരത്തെ വെള്ളം വീഞ്ഞാക്കിയ കാനാവിലേക്ക് പോകുക എന്നതായിരുന്നു. അവിടെ മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യനുണ്ടായിരുന്നു. യേശു അവിടേക്കുള്ള യാത്രയിലായിരുന്നു. എന്നാൽ അവന് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. യേശുവിന് 3 വഴികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാമായിരുന്നു. ആ തീരപ്രദേശത്തു കൂടിയുള്ള വഴിയെ അവന് വേണമെങ്കിൽ പോകാമായിരുന്നു. ആ വഴിയെ ആയിരുന്നു യഹൂദന്മാർ സാധാരണ ഗലീലയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്.
യോർദാന്റെ അക്കരെയുള്ള വഴിയെ പോകുവാൻ അവന് കഴിയുമായിരുന്നു. അല്ലാത്ത പക്ഷം അവന് ശമര്യയിൽ കൂടി പോകാമായിരുന്നു. ശമര്യയിൽ കൂടി പോകുന്നതാണ് ഏറ്റവും ദൂരം കുറഞ്ഞ യാത്രയെങ്കിലും യഹൂദന്മാരും ശമര്യക്കാരും തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതിരുന്നതിനാൽ യഹൂദന്മാർ ആ വഴിയെ പോകുമായിരുന്നില്ല. എങ്കിലും നമ്മുടെ കർത്താവ് ആ വഴിയെ കടന്നുപോയതായി നാം കാണുന്നു. 5-ാം വാക്യം നോക്കിക്കേ. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമര്യ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരം ആയിരുന്നു. യോസഫിന്റെ കല്ലറ വളരെ അടുത്തായിരുന്നു. സുഖാർ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് വെച്ച് യേശു കിണറ്റിനരികെ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുന്നു. വടക്ക് പടിഞ്ഞാറായി ഗരസീം പർവ്വതവും അതിന്റെ ചെരുവിൽ ശമരിയാക്കാരുടെ പള്ളിയും ഉണ്ടായിരുന്നു. 6 മണി നേരം എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ സമയം അനുസരിച്ചാണ്. അപ്പോൾ റോമൻ സമയം അനുസരിച്ച് ഉച്ചയ്ക്ക് ഏതാണ്ട് 12 മണിയായിരിക്കും. യേശു യാത്ര ചെയ്ത് ക്ഷീണിച്ചിരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് തെളിയിക്കുന്നതായ ഒരു പ്രത്യേക രംഗമാകുന്നു ഇവിടെ നാം കാണുന്നത്. അവൻ വഴി നടന്ന് ക്ഷീണിച്ചിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ പുത്രനായിട്ട്, അതായത് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവമായിട്ടാണ് യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തുന്നത്. വചനം ജഡമായി തീർന്നു. നിത്യനായ ദൈവം ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ നമ്മുടെ ഇടയിൽ തന്റെ കൂടാരം ഉറപ്പിച്ചു. അവൻ ശമര്യയിൽ കൂടി കടന്നുപോകുകയും ഈ ശമര്യക്കാരി സ്ത്രീയെ നേടുന്നതിനു വേണ്ടി ഒരു കിണറ്റിനരികെ ഇരിക്കുകയും ചെയ്തു. ശമര്യക്കാർ അക്കാലത്ത് ദരിദ്രരായ ഒരു കൂട്ടം ആളുകളായിരുന്നു. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരു ശമര്യ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. ശമര്യ ജാതിയിൽപ്പെട്ടവളായതുകൊണ്ടാണ് ഇവളെ ശമര്യ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. BC 720 അശൂർ രാജാവ് വടക്കേ രാജ്യമായിരുന്ന ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്ന ശമര്യ പിടിച്ചു. ജനങ്ങളിൽ വലിയ ഒരു പങ്കിനെ അടിമകളായി അശൂരിലേക്ക് കൊണ്ടുപോയി. മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വിഗ്രഹാരാധികളായ ജനങ്ങളെ ശമര്യയിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ദേശത്തിൽ ശേഷിച്ചിരുന്ന ഇസ്രായേല്യർ ഈ അന്യജാതിയുമായി ഇടകലർന്ന് ഒരു സങ്കരജാതിയായി തീർന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 24 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഈ ഭാഗം കാണാവുന്നതാണ്. അങ്ങനെ ഉണ്ടായതാണ് ശമര്യജാതി. ഇവിടെ ഇതാ യേശു ശമര്യാക്കാരത്തിയായ ഒരു സ്ത്രീയുമായി സംസാരിക്കുന്നു. ഇവൾ അസാൻമാർഗിക ജീവിതം നയിച്ചിരുന്നവളായിരുന്നു എന്ന് മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടതായ നിക്കോദിമോസിൽ നിന്ന് എത്ര ഭിന്നമായൊരു വ്യക്തിയെയാണ് നാം ഇവിടെ കാണുന്നത്. യേശു അവളോട് എപ്രകാരം ഭിന്നമായിട്ടാണ് ഇടപെടുന്നത് എന്നും ശ്രദ്ധിക്കുക. മതഭക്തനായിരുന്ന നിക്കോദിമോസിനോട് നമ്മുടെ കർത്താവ് വളരെ പരുക്കനായിട്ടാണ് ഇടപെട്ടത്. എന്നാൽ ഈ സ്ത്രീയോട് കർത്താവ് എത്ര സൗമ്യമായിട്ടാണ്, മാന്യമായ രീതിയിലാണ് ഇടപെടുന്നത്. അവൻ അവളുടെ ഔദാര്യം അഭ്യർത്ഥിക്കുന്നു, ദയ കാണിക്കുവാൻ അപേക്ഷിക്കുന്നു. യേശുവിന് ദാഹമുണ്ട്, കുടിപ്പാൻ വെള്ളം തരയണം എന്നാവശ്യപ്പെടുന്നു. അവൻ ജീവന്റെ ജലമാണ്, എന്നാൽ അവളോട് കുടിപ്പാൻ അവൻ വെള്ളം ചോദിക്കുന്നു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങളെ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു. അത് ഉച്ച സമയമായിരുന്നതിനാൽ യേശുവിന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുവാൻ പട്ടണത്തിൽ പോയിരിക്കുകയായിരുന്നു. ശമര്യാക്കാരിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നും യേശു യഹൂദന്മാരുടെ മുൻവിധിക്കെതിരായിരുന്നു എന്ന് കാണുന്നു. യഹൂദന്മാർ ശമര്യാക്കാരുടെ ഭക്ഷണം അശുദ്ധമായി കരുതിയിരുന്നു. അത് ഭക്ഷിക്കുന്നത് പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നത് പോലെ നിഷിദ്ധമായിരുന്നു. 9-ാം വാക്യം നോക്കിക്കേ. 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ശമര്യാസ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യാക്കാരത്തിയായി എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. 2 പ്രാവശ്യം അവൾ യേശുവിന്റെ അഭ്യർത്ഥന നിരസിച്ചു. അവളിവിടെ വളരെ നിർദ്ദയയായിട്ടാണ് പെരുമാറുന്നത്. ജാതി വ്യത്യാസം അവൾ ഇവിടെ ഉന്നയിക്കുന്നു. ശമര്യക്കാർ യഹൂദന്മാർക്ക് സാധനങ്ങൾ വിൽക്കുമെങ്കിലും അവരോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുമായിരുന്നില്ല.
നമ്മുടെ കർത്താവ് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കുക. തനിക്ക് ഇറങ്ങിച്ചെല്ലാവുന്നത്രയും താഴ്ന്ന അവസ്ഥയിൽ അവൻ ഇറങ്ങിച്ചെല്ലുന്നു. യേശു അവളോട് എപ്രകാരമാണ് ഇടപെടുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവൻ വളരെ വിദഗ്ധമായ രീതിയിലും ദയയോടും കൂടി പെരുമാറുന്നു. അതേസമയം തന്നെ വസ്തുനിഷ്ഠമായും ശക്തിയുക്തമായും വിശ്വസ്തയോടും കൂടി അവളോട് അവൻ സംസാരിക്കുന്നു. മതത്തെക്കുറിച്ചോ മനുഷ്യാവകാശത്തെക്കുറിച്ചോ യേശു അവളോട് പ്രസംഗിക്കുകയല്ല ചെയ്യുന്നത്. യേശു ഏതെങ്കിലും സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ല. സ്ത്രീ സഹജമായ അവളുടെ ജിജ്ഞാസയെ ഉണർത്തുക മാത്രമാണ് അവൻ ചെയ്തത്. അവൻ അവളിൽ ഒരു ദാഹവും താല്പര്യവും ഉളവാക്കി. ഒരു യഹൂദൻ തന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് ശമരിയാക്കാരത്തെ സ്ത്രീക്ക് വിശ്വസിക്കുവാൻ കൂടി കഴിയുന്നില്ല. ഈ രണ്ട് ജാതിയും തമ്മിൽ അത്രമാത്രം വിരോധത്തിലായിരുന്നു. യോഹന്നാൻ തന്നെ പറയുന്നത് അവർക്ക് തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു എന്നത്രേ. അശ്വര്യരുടെ കുടിയേറ്റത്തിൽ തുടങ്ങിയ ഈ മതവൈരാഗ്യം പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നതിന് ശേഷം എസ്രായുടെയും നെഹമ്യാവിന്റെയും കാലത്തും തുടർന്നു വന്നു എന്ന് കാണുന്നു. ഈ വൈരാഗ്യം BC 400 ഗെരസീം മലയിൽ ഒരു പ്രത്യേക ആലയം പണിയുവാൻ ശമര്യരെ നിർബന്ധിച്ചു. ഈ സ്ത്രീയുടെ സംസാരത്തിൽ ഈ മല എന്ന് പറയുന്നത് ഗെരസീം മലയാണ്. ഈ ജാതികൾ തമ്മിൽ ബദ്ധവൈര്യത്തിലായിരുന്നു. എന്നാൽ ഇവിടെ യേശു ജാതീയതയുടെയും യഹൂദ യാഥാസ്ഥിതികതയുടെയും വേലിക്കെട്ടുകൾ തകർക്കുന്നു. ഇവിടെയാണ് സുവിശേഷത്തിന്റെ സാർവ ലൗകികതയുടെ ആരംഭം. ഇവിടെയാണ് ദൈവം സിദ്ധാന്തത്തിലല്ല പ്രവൃത്തിയിൽ ലോകത്തെ സ്നേഹിക്കുന്നത്. മതത്തിന്റെ പേരിൽ ഇന്ന് മനുഷ്യൻ പോരാടുന്നത് ഒരിക്കലും ദൈവികമല്ല, പൈശാചികമാണ്. ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും മറ്റും ചേരിതിരിവുകൾ ഒരിക്കലും ദൈവഹിതമല്ല. ദൈവത്തിന് സകല മനുഷ്യരും ഒരുപോലെയാണ്. തന്നെ അംഗീകരിക്കുന്ന സകലരും അവിടുത്തെ മക്കളാണ്. ജാതിയുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ സ്ഥാനമാനങ്ങളുടെ പേരിലോ വേറൊരു വ്യക്തിയെ ശ്രേഷ്ഠ വ്യക്തിയായി അംഗീകരിക്കുവാൻ കഴിയാത്തവർക്ക് ദൈവവുമായുള്ള ബന്ധത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നു. ഒരാൾക്ക് മേശപ്പുറത്തും വേറൊരാൾക്ക് നിലത്തും ഭക്ഷണം കൊടുക്കുന്നു എങ്കിൽ താങ്കൾ ദൈവത്തിന്റെ വഴികളിലല്ല. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഒരിക്കലും വേറൊരു വ്യക്തിയെ താണവർഗത്തിൽപ്പെട്ടവനായി താണവർഗത്തിൽപ്പെട്ടവളായി പറയരുത്. ഇതിലെ രസം എന്തെന്നാൽ ഏറ്റവും താണവർഗം എന്ന് മനുഷ്യർ പറയുന്നവരുടെ ഇടയിൽ തന്നെ കൂടിയവരും കുറഞ്ഞവരും എന്ന വ്യത്യാസമുണ്ട്. എന്നാൽ എൻ്റെ യേശുവിന് അങ്ങനെ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കുന്നവർ സമൂഹത്തിലെ ഏറ്റവും താണവർ എന്ന് തള്ളിയിരിക്കുന്നവരെ പോലും യേശുവിനു വേണ്ടി നേടുവാൻ മുൻപോട്ടിറങ്ങുന്നത്. മനുഷ്യനെ വിലയുള്ളവനാക്കുന്നത് യേശു മാത്രമാകുന്നു. ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തി എന്ന് മനുഷ്യർ മുദ്രയടിക്കുന്നവരെ പോലും ഭൂലോകത്തേക്കാൾ വിലയുള്ള വ്യക്തിയായിട്ടാണ് യേശു കാണുന്നത്. യഹൂദന്മാർക്ക് സ്ത്രീകളും കുട്ടികളും ഒരു വിലയും ഇല്ലാത്തവരായിരുന്നു. എന്നാൽ യേശു ഈ രണ്ടു കൂട്ടരെയും മാന്യരായി പരിഗണിച്ച് അവരെ സ്നേഹിച്ചു. യഹൂദന്മാർ വിരോധിച്ചിരുന്ന ശമര്യരെയും ജാതികളെയും യേശു കൈക്കൊണ്ടു. സമൂഹം കല്ലെറിയുവാൻ കാത്തിരുന്ന ചുങ്കക്കാരെയും വേശ്യമാരെയും യേശു ദൈവസ്നേഹം പഠിപ്പിച്ചു. ഇന്നോളം വർഗീയതയില്ലാത്ത ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ മക്കൾ മാത്രമാണ്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. യേശു അവളുടെ ജിജ്ഞാസയെ ഉണർത്തിയത് അവളുടെ മനോഭാവത്തിൽ മാറ്റം സംഭവിക്കുവാൻ ഇടയാക്കി തീർത്തു. ദാനം എന്ന വാക്ക് ഈ സുവിശേഷത്തിൽ ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ ദൈവത്തിന്റെ ദാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനും പുത്രനിൽ കൂടി ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുമാണ്. കഴിഞ്ഞ വാക്യത്തിലെ അവളുടെ ചോദ്യത്തിന് കർത്താവ് നേരിട്ട് മറുപടി പറയാതെ സ്ത്രീയുടെ ചിന്തയെ ഒരു വലിയ പ്രശ്നത്തിലേക്ക് ഉയർത്തുകയാണ്. അവൻ ഒരു ആവശ്യക്കാരൻ എന്ന നിലയിൽ നിന്ന് അനുഗ്രഹദാതാവ് എന്ന നിലയിലേക്ക് ഉയരുന്നു. ദാഹജലം ആവശ്യപ്പെട്ടു വന്നവൻ സാധാരണക്കാരനല്ല എന്ന് അവൾ മനസ്സിലാക്കണം. ദാനത്തെക്കുറിച്ചും ദാതാവിനെക്കുറിച്ചുമുള്ള ജിജ്ഞാസ അവളിൽ ഉയരുന്നു. 11-12 വാക്യങ്ങൾ നോക്കിക്കേ. സ്ത്രീ അവനോട്, യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാകുന്നു, പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന്? നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവന്റെ മക്കളും
മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. അവൾ യേശുവിനെ യജമാനനെ എന്ന് സംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? മുമ്പേ വളരെയധികം കർക്കശമായിട്ടാണ്, വളരെ ക്രൂരമായിട്ടാണ് അവൾ ഇടപെട്ടുകൊണ്ടിരുന്നത്. മുമ്പേ അവൾ അപ്രകാരം വിളിച്ചിരുന്നില്ല. അവൾ ദയയില്ലാതെയാണ് പെരുമാറിയത്. എന്നാൽ ഇപ്പോൾ ഒരു മാറ്റം കാണുന്നു. ഇവൾ ശാരീരികമായ കാര്യമാണ് ചിന്തിക്കുന്നത് എന്നതത്ര പ്രധാനപ്പെട്ട വസ്തുത. കിണറ്റിലെ ജലനിലവാരത്തിൽ നിന്നും അവളുടെ ചിന്തയ്ക്ക് ഉയരുവാൻ കഴിയുന്നില്ല. അവൾ യാക്കോബുമായി തന്നെ തന്നെ ഏകീഭവിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. മനഃപൂർവ്വമാണ് അവൾ അപ്രകാരം ചെയ്തത്. BC 720 ഇസ്രായേലിന്റെ അസീറിയൻ പ്രവാസത്തെ തുടർന്ന് അവർ വടക്കുള്ളവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട യാക്കോബിന്റെ പിൻഗാമികളായിരുന്നു ശമരിയർ എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഞാൻ നേരത്തെയും അത് പറഞ്ഞതാണല്ലോ. ജീവിതത്തിൽ ആകെ തെറ്റിയിരുന്നവളായിരുന്നു ഈ സ്ത്രീ എന്ന് വ്യക്തമാണ്. പക്ഷേ ഗോത്രപിതാക്കന്മാരുടെ പാരമ്പര്യവും പൂർവികത്വവും അരിച്ചുപറക്കി പ്രശംസയായി ഇവൾ പറയുന്നു. എന്തൊരു വൈരുദ്ധ്യം! ഇന്ന് അനേകർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം ഇതുതന്നെയാണ്. തങ്ങളുടെ ജീവിതത്തിന്റെ വഴിതെറ്റിയ ഭാഗങ്ങളെ മറയ്ക്കുവാൻ പാരമ്പര്യവും പൂർവികത്വവും പെരുപ്പിച്ചു കാണിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൽ 3 മെത്രാന്മാരും 30 അച്ഛന്മാരും ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അവിടുന്ന് വന്നതാണ്. പക്ഷേ സുഹൃത്തെ, താങ്കളുടെ ജീവിതം എങ്ങനെയുണ്ട്? അത് ശരിയാണോ? താങ്കളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ആ പ്രിയപ്പെട്ടവരൊക്കെ ദൈവമക്കളായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ മാനിച്ചു. താങ്കൾ ഇന്നും വെട്ടിപ്പും തട്ടിപ്പും നടത്തി മ്ലേച്ഛമായി ജീവിക്കുകയല്ലേ? ആരുടെ സന്തതിയാണെന്നറിയാം, എന്നാൽ ആ പൂർവികന്റെ ദൈവവുമായുള്ള ബന്ധം അറിയില്ല. സുഹൃത്തെ, പാരമ്പര്യവും പൂർവികത്വവും ആരെയും ഒരു നാളും രക്ഷിക്കയില്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഒന്ന് മാത്രമാണ് രക്ഷയ്ക്കാധാരം. അവിടുന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവനെ സ്നേഹിച്ചു പോകുന്നതാണ് ജീവിതത്തിന്റെ വിജയം. നമുക്ക് നല്ല പൂർവികന്മാരെ ലഭിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കാം. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കുവാൻ വകയുണ്ട്. ദൈവത്തെ അറിയുവാൻ അത് നമുക്കൊരു മുഖാന്തരമായി. പക്ഷേ നമ്മുടെ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാകുന്നു. ശമരിയക്കാരത്തി സ്ത്രീയെ രൂപാന്തരപ്പെടുത്തിയ യേശുവിൻ്റെ സമീപനം എത്ര ആകർഷകമായിരുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്പം ക്ഷമയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും മറ്റുള്ളവരെ നാം കരുതിയാൽ ഇതുപോലെ മറ്റുള്ളവരെ നമുക്ക് നേടുവാൻ സാധിക്കും. പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി സമർപ്പിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന നല്ല മാതൃകകൾക്കായിട്ട് സ്തോത്രം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കേട്ടുമറക്കുകയല്ല, പ്രാവർത്തികമാക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ കർത്താവെ മറുതലിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ അവരെ ദൈവസ്നേഹത്തിൽ ഞങ്ങൾ സമീപിപ്പാൻ അവിടെ ഞങ്ങളെ ഒരുക്കണമേ. ദൈവകൃപ ഇന്ന് നീ ഞങ്ങൾക്ക് തന്ന് തുടർന്ന് വഴി നടത്തണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.